ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ഉടുപ്പി രസമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണേ. അതിനൊരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം മല്ലി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ഇനി കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും വറുക്കരുത്. ചെറിയ തീയിലിട്ട് പതിയെ ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ആ മല്ലിയുടെ ഒക്കെ കളർ ഒന്ന് മാറി വരണേ. അതുവരെയും ഒന്നങ്ങ് റോസ്റ്റ് ആക്കാം. ഇപ്പോൾ ഏതാണ്ട് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ അതാണ്ട് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്താണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് അങ്ങ് തീരെ പേസ്റ്റ് ആയിട്ടല്ല, ഇത്തിരി ഒരു തരിതരിപ്പോടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോക്കനട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്തേക്കാണ്. അത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവേ. ഇനി ഒരു 4 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി, അതും കൂടെ ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാവേ. അപ്പോൾ ദാണ്ടെ ഇതൊന്നായിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 തക്കാളി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് കുഴഞ്ഞ് വരുന്ന പാകം ഉണ്ടല്ലോ, അതുവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം സാമ്പാർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സാമ്പാർ പൗഡർ രസത്തിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കായം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. നല്ലപോലെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാവേ. അപ്പോൾ അതാണ് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ രസത്തിന്. നമ്മളിങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുമ്പോഴേ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒരു അത്യാവശ്യം വലിയൊരു സൈസ് പുളി എടുത്തിട്ട് ഞാൻ അതിൻ്റെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തേക്കുന്നതാണ്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് പരിപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് ഒരു 1/4 കപ്പോളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ചേർത്ത് കൊടുത്തേക്കാണ് കേട്ടോ. ഇങ്ങനെ ഈ പരിപ്പും കൂടെ ചേർത്ത് രസം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തന്നെ ഒന്ന് ചേർത്തേക്കാണ് ഇതിലേക്ക്. അപ്പം വെള്ളമൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. രസമാകുമ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് വേണമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ പാകത്തിനനുസരിച്ച് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം.
അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. അതുവരെ മതിയാവും. ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കരുത്. ഒരു തിളയൊക്കെ ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉടുപ്പി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രസം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.